ഹിരണ്യകശിപു അമരത്വം ലഭിക്കുവാൻ ആഗ്രഹിച്ച് മന്ദരപർവ്വത സാനുവിൽ ഉഗ്രതപസ്സാചരിച്ചു. തപോഗ്നിയിൽ ലോകമെല്ലാം ദഹിച്ചു തുടങ്ങി. ദേവന്മാർ സത്യലോകത്തെത്തി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് മന്ദരാദ്രി സാനുവിലെത്തി. അവിടെ മജ്ജയും മാംസവുമെല്ലാം ദ്രവിച്ച് ഉറുമ്പരിക്കുന്ന അസ്ഥികൂടത്തെ കണ്ട് കമണ്ഡലുവിൽ നിന്ന് ദിവ്യതീർത്ഥമെടുത്ത് തളിച്ച് ഹിരണ്യകശിപുവിനെ പൂർവ്വരൂപത്തിലാക്കി. ആകാശത്ത് ഹംസകളസ്ഥനായ ബ്രഹ്മാവിനെ കണ്ട് ഹിരണ്യകശിപു സന്തോഷത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആനന്ദാശ്രുക്കളോടെ ഗദ്ഗദകണ്ഠനായി ബ്രഹ്മാവിനെ സ്തുതിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ബ്രഹ്മസ്തുതി. കൽപ്പാന്തകാലത്തു കാലകൃതമാം അനൽപതമസ്സിനാലാവൃതമായിടും പാരിലെ സ്വപ്രകാശാത്മകനായിടും ആരൊരുവൻ പ്രകാശിപ്പിച്ചിടുന്നുവോ? ആരാണു പിന്നെ ത്രിഗുണസ്വരൂപനായി പാരിടം തീർത്തങ്ങു കാത്തഴിക്കുന്നതും? സത്വരജസ്തമോധാമമായി സർവത്രമെത്തും ആ ബ്രഹ്മൻ നമസ്കരിക്കുന്നു ഞാൻ. ആദ്യനും ബീജവുമായി ജ്ഞാനവിജ്ഞാനമൂർത്തിയായി പ്രാണേന്ദ്രിയ മനോബുദ്ധികൾ പഞ്ചേന്ദ്രിയമെന്നിതുകളാൽ സ്പഷ്ടത തഞ്ചി വിളങ്ങും ഭവാനോ നമസ്കൃതി. ഇക്കണ്ടിടുന്ന ചരാചരങ്ങൾക്കൊക്കെ മുഖ്യനാം പ്രാണനങ്ങത്രേ പ്രജാപതേ. അങ്ങാണു നായകൻ ചേതസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ചേതനയ്ക്കും പ്രജകൾക്കുമേ. ഭൂതഗുണാശ്രയപ്രേരകനും പരിപൂതനും പൂർണ്ണനും നിന്തിരുമേനിതാൻ. ചാതുർഹോത്ര പ്രതിപാദകമായിടും വേദമാം രൂപമാർന്ന അങ്ങേഴു യജ്ഞങ്ങൾ വിസ്തരിക്കുന്നിതവിച്ഛിന്നനും. ദേഹഭൃത്തുക്കൾ തൻ പ്രാണനും ബോധരൂപനും അന്തരാത്മാവും അനാദിയുമേകനാം നിന്തിരുമേനിതാനില്ലൊരു സംശയം. കണ്ണടയ്ക്കാതെ ഇരിക്കുന്ന കാലവും നിർണയമന്യനല്ലങ്ങുന്നു താൻ വിഭോ. കാലാംശമാം ലവാദ്യങ്ങളാലി ജനപാളി തന്നായുസ്സെടുക്കുന്നിതു ഭവാൻ. ജീവരാശിക്കെഴും ജീവാത്മകാത്മാവും ആവിധം താൻ അജനും പരമേഷ്ടിയും ആനന്ദപൂർണനും കൂടസ്ഥനും തിരുമേനിയാണെങ്ങും നിറഞ്ഞിരിക്കുന്നതും. കാരണമായതും കാര്യമായുള്ളതും പാരിൽ ചലിക്കുന്നതും ചലിക്കാത്തതും നിന്തിരുമേനിയിൽ നിന്നു വിഭിന്നമായി ചിന്തിച്ചു നോക്കിയാലൊന്നുമില്ലെങ്ങുമേ. ശാസ്ത്രങ്ങളും തഥാ വേദങ്ങളും തവ മൂർത്തികളത്രേ ഹിരണ്യഗർഭൻ ഭവാൻ. ബ്രഹ്മാണ്ടമുള്ളിലാക്കി ഗുണാതീതനായി ബ്രഹ്മമായി തന്നെ വിളങ്ങുന്നിതെപ്പോഴും. ഹേ വിഭോ പാരമേഷ്ടുത്കൃഷ്ടധാമത്തിൽ ആവസിച്ചിടുമങ്ങുന്നു യാതൊന്നിനാൽ. ഇന്ദ്രിയപ്രാണ മനോഗുണൗഖങ്ങളെ സന്തതം നേരെ അനുഭവിക്കുന്നുവോ? ആ സ്ഥൂലദേഹമാം വ്യക്തം പുരാണനും ആത്മാവുമാമങ്ങു തന്നെ അവ്യക്തനും. ചിത്തും അചിത്തുമായിടുന്ന ശക്തികൾ ഒത്തിട്ടനന്തവും അവ്യക്തവുമായ മൂർത്തിയോടും വിളങ്ങിയിടൂ മനശ്വര കീർത്തേ ഭഗവൻ നമസ്കരിക്കുന്നു ഞാൻ. ഭക്താഭിലാഷമരുളും മഹാന്മാരിൽ മുഖ്യനാമങ്ങു വരമെനിക്കേകുകിൽ. നിന്തിരുമേനിതൻ സൃഷ്ടിവർഗത്തിൽ നിന്നന്തമെനിക്കു ഭവിക്കാതിരിക്കണം. വീട്ടിനകത്തും പുറത്തും നഭസ്സിലും പൃഥ്വീതലത്തിലും വച്ചും അഹസ്സിലും രാവിലും ആയുധം കൊണ്ടും നരമൃഗജീവിജാലത്താലും അന്യരാൾ സൃഷ്ടമാം ജന്തുവൃന്ദത്താലും ഉണ്ടാകരുതെനിക്കന്തം. അതിനു വരം തരേണം ഭവാൻ. പ്രാണനില്ലാത്തവയാലും
അസുവഴും മാനവദേവസർപ്പാദിയാലും മമ മൃത്യു ഭവിക്കരുത്. അപ്രതിദ്വന്ദിയായി നിത്യമേകാധിപതിയായി വാഴണം. നാലാസ്യനാം ഭവാനോടൊപ്പമായി ജഗൽപാല മാഹാത്മ്യവും ശാശ്വതമായിടും യോഗ തപോ പ്രഭാവാദി സംസിദ്ധിയും ആകവേ സന്തോഷമോടെനിക്കേകുക. ഓം ചതുർമുഖബ്രഹ്മണേ നമഃ.